എന്റെ അളിയ നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് എവിടെ പോകുന്നറിയോ? നമ്മുടെ പിള്ളച്ചേട്ടൻ്റെ ഉണ്ടല്ലോ മീൻ കട. പിള്ളച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെഫ് പിള്ള കേട്ടോ. പുള്ളിയുടെ മീൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളെ ഇന്നത്തെ യാത്ര. അങ്ങനെ ഞാൻ താണ്ട നേരെ വണ്ടി എടുത്ത്, എൻ്റെ ഇവിടെ കുറെ ടീമുകളുണ്ടായിരുന്നു, ഞങ്ങളുടെ ഓഫീസിലൊരു ഫംഗ്ഷനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കേട്ടോ. സംഭവം ആംബിയൻസിനുണ്ടല്ലോ 10ൽ 10 മാർക്ക് കൊടുക്കാം. നല്ല രസമുണ്ട്, വൃത്തിയാണെങ്കിലും എല്ലാം അടിപൊളി. പുള്ളിയുടെ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിരുന്ന ഹാള് അതല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് താണ്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോവാണ്. താണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. വന്ന ഉടനെ നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു. സൂപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഊണ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഊണാണ് പറഞ്ഞത്, ബാക്കിയുള്ളവർ കുറേ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കല്ലിമേക്ക ഫ്രൈ, അത് കഴിഞ്ഞിട്ട് നിർവാണ ഫിഷ്. നിർവാണ ഇവിടുത്തെ ഫേമസ് ഐറ്റമാണ് കേട്ടോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ കല്ലിമേക്ക കഴിക്കുവാണെങ്കിലുണ്ടല്ലോ ആ കല്ലിമേക്കായുടെ രുചിയായിരിക്കും ആദ്യം വരുന്നത്. സാധാരണ നമ്മളൊരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എരിവ് പുളി അതൊക്കെയല്ലേ വരുന്നത്. ആ സാധനത്തിന്റെ രുചി നമുക്ക് കിട്ടാറില്ലല്ലോ. പക്ഷെ അക്കാര്യത്തിൽ പൊന്നുമോനെ സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡിൽ ഞാൻ 10ൽ 10 മാർക്ക് കൊടുത്തേക്കാണ്.